നമസ്കാരം. നയന ക്രിയേഷൻസിൽ നിന്ന് ഒരു വടയാണ് ഉണ്ടാക്കുന്നത്. ഇത് പരിപ്പ് വട എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ പരിപ്പ് മാത്രമല്ല, വേറെ സാധനങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടലയാണ് എടുത്തിട്ടുള്ളത്. ഇത് കിറ്റിലത്തെ കടലയാണ്. ചെറുപയറും കിറ്റിൽ നിന്നുള്ള ചെറുപയറാണ്. പിന്നെ കുറച്ച് അരി എടുത്തിട്ടുണ്ട്, പച്ചരി. ഇതെല്ലാം കൂടി നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ട് ഇട്ട് വയ്ക്കാം. അപ്പോൾ കടല എത്രയാണോ എടുക്കണേ അതിൻ്റെ കാൽ ഭാഗമാണ് ചെറുപയർ എടുത്തിട്ടുള്ളത്. അരി പിന്നെ നമുക്ക് പൊടിച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂൺ പൊടി മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഈ കടലയും ചെറുപയറും ഒരു 6-8 മണിക്കൂർ നേരം കുതിർത്തിയതിന് ശേഷം വെള്ളം ഊറ്റി കളഞ്ഞ് ഡ്രൈ ആക്കി വെച്ചിട്ടുള്ളതാണ്. ഉണക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെള്ളത്തിൻ്റെ അംശം മുഴുവനും ഊറ്റി കളഞ്ഞിട്ട് വെച്ചതിന് ശേഷം നമുക്കിത് തരിതരിപ്പായിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം. അധികം അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ അരി തരിതരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരയ്ക്കല്ല, പൊടിച്ചെടുത്തിട്ടുണ്ട്. അധികം നൈസായിട്ട് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അരി പുട്ടിൻ്റെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പൊടി ചേർത്താലും മതി. ഇനി ചെറുപയർ കുതിർത്തി വെച്ചിട്ടുള്ളത് വെള്ളമൊന്നും ചേർക്കാണ്ട് ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ചെറുപയറും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കടലയാണ് അരച്ചെടുക്കാനുള്ളത്. കടലയും നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒട്ടും വെള്ളം ചേർക്കരുത്. അതിൻ്റെ കൂടെ 2 വറ്റൽമുളകും കൂടെ ചേർത്തിട്ട് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ കടലയും അരച്ചപ്പോൾ മുഴുവനായിട്ടുള്ള 1-2 മണിയൊക്കെ കിടക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെയാണ് ചെറുപയറും. അരച്ചപ്പോൾ മുഴുവനായിട്ടൊന്നും അരഞ്ഞിട്ടില്ല. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മാത്രം അരിപ്പൊടി ചേർക്കാം. ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത്. ഇനി 2 ടേബിൾ സ്പൂണ് കാബേജ് പൊടിയായിട്ട് അരിഞ്ഞതാണ് ചേർത്തത്. അതിന് ശേഷം മീഡിയം സൈസ് സവാള അരിഞ്ഞത് ചേർത്തു. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കരിവേപ്പില അരിഞ്ഞത്, പിന്നെ കുറച്ച് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് അതിന് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തു. ഒരു 1/4 ടീസ്പൂണ് കായത്തിൻ്റെ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം മൈദ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ആദ്യം കുറച്ച് ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി നോക്കിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് ബൈൻഡായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മൈദ ചേർക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ കൂട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ ഇത് ആദ്യം ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തു എന്നേ ഉള്ളൂ, സ്പൂൺ വെച്ചിട്ട്. ഇനി നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ ബൈൻഡിങ് കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള മൈദയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഉരുട്ടി ഷേപ്പാക്കി എടുക്കാൻ പാകത്തിനുള്ള ബൈൻഡിങ് ആയിട്ട് കിട്ടണം. അപ്പോൾ ഇതിൽ വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല. അപ്പോൾ ഈ ഉള്ളിയൊക്കെ നമ്മൾ ഇട്ട് ഇളക്കുമ്പോൾ തന്നെ കുറച്ചൊരു വെള്ളത്തിൻ്റെ അംശം വരും. ഇപ്പോൾ ഇതാ കുറച്ചൊന്ന് ഇതിങ്ങനെ നമ്മൾ ഷേപ്പ് ചെയ്യണ സമയത്ത് പൊട്ടിപ്പോകാൻ പാടില്ല. അപ്പോൾ കുറച്ച് മൈദയും കൂടി ബാക്കിയുള്ളത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി കുഴച്ച് ഉരുട്ടി വെച്ചിട്ട് നമുക്കിഷ്ടമുള്ള ഷേപ്പായിട്ട് എടുത്ത് എണ്ണയിൽ വറുത്ത് കോരിയെടുക്കാം. ഇനി കയ്യിൽ ഇത്തിരി എണ്ണ അതുപോലെ തേച്ചിട്ട് കുറച്ച് മാവെടുത്ത് ഇതേപോലെ ഷേപ്പ് ചെയ്തിട്ട്, അധികം കട്ടിയിൽ ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്തിരി പരന്ന് വരുന്നിട്ട് വേണം നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ. അധികം കട്ടിയായി കഴിഞ്ഞാൽ ഉള്ളിൽ ചിലപ്പോൾ വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതേപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. അതിന് ശേഷം എണ്ണ നന്നായിട്ട് ചൂടായി കിടക്കണ എണ്ണയിലേക്ക് വേണം ഇതിടാൻ. എണ്ണയ്ക്ക് ചൂട് കുറവാണെന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോകും. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി കിടക്കണ എണ്ണയിലേക്ക് ഇതേപോലെ സൈഡിൽ കൂടെ വേണം ഇട്ട് കൊടുക്കാൻ. പെട്ടെന്ന് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ എണ്ണ കയ്യിലേക്കൊക്കെ തെറിക്കും. അപ്പോൾ എന്ത് സാധനം നമ്മൾ ഇടുമ്പോഴും ഇങ്ങനെ സൈഡിൽ കൂടെ വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇത് ഇട്ട ഉടനെ തന്നെ നമ്മൾ ഇളക്കാൻ പാടില്ല. ഇളക്കി കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോവും. ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കാം. അതിന് ശേഷം തിരിച്ച് മറിച്ചിട്ടിട്ട് ബ്രൗൺ കളർ ആവണ വരെ ഫ്രൈ ചെയ്തിട്ട് ബ്രൗൺ കളർ ആകുമ്പോൾ അത് നമുക്ക് കോരി മാറ്റാം. ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് കോരിയിട്ട് എടുത്ത് വയ്ക്കാം. അപ്പോൾ അധികമുള്ള എണ്ണയൊക്കെ ടിഷ്യൂ പേപ്പറിൽ ആയിക്കോളും.
ഇപ്പോൾ ഇതാ നല്ല മൂത്ത് നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതങ്ങനെ തട്ടി നോക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള സൗണ്ട് വരുന്നുണ്ട്. പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റും ആയിട്ടുള്ള അടിപൊളി വട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കണും ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് മറക്കാണ്ട് പ്രസ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ഈ ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.